നമസ്തേ. 1/7/2025 ചൊവ്വാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. മേടം, കന്നി, തുലാം രാശിക്കാർക്ക് ശുഭവും, മിഥുനം, കുംഭം രാശിക്കാർക്ക് മധ്യമവും, ഇടവം, ധനു, മകരം, മീനം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. അത് സാധാരണ എല്ലാവരും അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് അദ്ദേഹം ചോദിച്ചത്. നാമം ജപിക്കാനിരിക്കുമ്പോൾ കോട്ടുവ ഇടുന്നു എന്നാണ്. ഈ നാമം ജപിക്കാനിരിക്കുമ്പോൾ കോട്ടുവ ഇടുക സ്വാഭാവികമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഉപബോധ മനസ്സ്, ബോധമനസ്സും ഉപബോധ മനസ്സും, ഈ ബോധമനസ്സ് നമ്മളോട് ഈ സമയമാകുമ്പോൾ നാമം ജപിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൽ അത്രയ്ക്ക് വലിയ ഒരു താല്പര്യം ഈ നാമജപത്തോട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് പല കാര്യങ്ങൾ. അപ്പോൾ ഉപബോധ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഈ കാര്യം താല്പര്യമില്ലാത്തതാണ്. എന്നാൽ ബോധ മനസ്സ് നമ്മളോട് ബോധമായിട്ട് ബോധപൂർവം ഇത് ചെയ്യണം എന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ബോധ മനസ്സിൻ്റെ പ്രേരണ കൊണ്ടാണ് നമ്മൾ നാമം ജപിക്കാനായിട്ട് ഇരിക്കുന്നത്. പക്ഷേ നാമജപത്തെ ഉപബോധ മനസ്സ് അംഗീകരിക്കുന്നില്ല, അഥവാ അതിനോട് താല്പര്യം പ്രകടിപ്പിക്കും. ഈ ഉപബോധ മനസ്സും ബോധ മനസ്സും കൂടെ ഒന്നിച്ച് താല്പര്യപ്പെടുമ്പോഴാണ് നമുക്ക് എന്ത് കാര്യവും എനർജിയായി ചെയ്യാൻ കഴിയുക, ഭംഗിയായി ചെയ്യാൻ കഴിയുക, താല്പര്യത്തോടെ ചെയ്യാൻ കഴിയുക. അത് എല്ലാ ദിവസങ്ങളിലും അങ്ങനെ വന്നുകൊണ്ടെന്നില്ല. ചില ദിവസങ്ങളിലൊക്കെ ഇത് രണ്ടും ഓക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ട് ഉപബോധ മനസ്സിൻ്റെ പ്രേരണ ശരീരത്തെ ക്ഷീണിപ്പിക്കും. ഓക്സിജൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ നമ്മൾ കൂട്ടുവായിടും. എന്താ, കുറച്ച് ഓക്സിജൻ കൂടുതൽ നമുക്ക് ഈ സമയത്ത് ആവശ്യമാണ്. നമ്മുടെ പ്രവർത്തനത്തിന് ആവശ്യമായ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ കോട്ടുവായിടുന്നത്. അപ്പോൾ ആ ഓക്സിജനെ നമുക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി, കൂടുതൽ ഓക്സിജൻ സംഭരിക്കുന്നതിന് വേണ്ടി നമ്മൾ കോട്ടുവായിടും. അതൊരു പ്രശ്നമാക്കേണ്ടതില്ല. കോട്ടുവായിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നാമം ജപം തുടരുക. അതിൻ്റെ ഒരു കാരണം അതാണ്. അതേപോലെ ശരീരത്തിന് എന്തെങ്കിലും ക്ഷീണാവസ്ഥയുള്ള ദിവസങ്ങളിൽ കൂട്ടുവായിടും. അതൊന്നും ഇതിനെ ബാധകമാക്കേണ്ടതില്ല. കൂട്ടുവ ഒരു തെറ്റായ അവസ്ഥയല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ നാമജപം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും വരുന്നൊരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് അതിനെ സ്വാഭാവികതയോടുകൂടി തള്ളിക്കളയുക. കൂട്ടുവ ഇട്ട് കഴിയുമ്പോൾ നാമം ജപിക്കുക. ഇത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. ഏതാണ്ട് ഒരു 80% ആളുകളും നാമജപത്തിനിരിക്കുമ്പോൾ 1-2 കൂട്ടുവ ഇടും. നോ പ്രോബ്ലം. അത് പ്രശ്നമാക്കേണ്ടതില്ല കേട്ടോ. അത് പ്രശ്നമാക്കാതെ തന്നെ നാമജപം നടത്തിക്കൊണ്ടേ ഇരിക്കുക. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മനസ്സിൻ്റെ, നമ്മളുടെ തന്നെ ഒരു ജീവിതത്തിൻ്റെ വൃത്തിയായി അത് സ്വീകരിക്കുന്നതിനേക്കാൾ എനർജിയോടുകൂടി നമുക്കത് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ കൂട്ടുവായി മാറിക്കോളും. അങ്ങനെ മാറിയാലും ശരീരക്ഷീണമോ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ള ദിവസങ്ങൾ ഇത് സ്വാഭാവികമായി ഉണ്ടാകും. അതുകൊണ്ട് ഇതിനെ ഒരു സ്വാഭാവിക പ്രക്രിയയായി മനസ്സിലാക്കി പോകുക. അത് വേറെ ഒരു പ്രശ്നം വിചാരിക്കേണ്ടതില്ല കേട്ടോ. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വിശദമായ ഫലങ്ങളിലേക്ക് വരാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടൻ രാശി. മേടൻ രാശിക്ക് ശുഭകരമായ ഒരു ദിവസമാണിന്ന്. ഈ ദിവസം 1/7/2020 ചൊവ്വാഴ്ച ശുഭകരമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസത ഉണ്ടാവില്ല. ഒരു സംശയമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതിനായിട്ട് കഴിയും. ആരോഗ്യപരമായ കാര്യങ്ങളിലും നേട്ടമുണ്ടാകും. പൊതുവെ ശരീരത്തിന് ഒരു ഉണർവുണ്ടാവും, മനസ്സിനും ഒരു ഉണർവുണ്ടാവും. മനസ്സ്, ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും.
അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകുവാനും കഴിയും. സഹോദര സ്ഥാനീയർ മേടൻ രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല. ചില തർക്കങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നു. എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളിലും മേന്മയുണ്ടാക്കാനായിട്ട് കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. അശ്രദ്ധമായ ഓർമ്മക്കുറവ്, അശ്രദ്ധ മൂലമുണ്ടാകുന്ന ഓർമ്മക്കുറവ്, അതിനൊന്ന് കരുതിയിരിക്കണം. ഈ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഏഴരശ്ശനി കാലഘട്ടം കൂടെയാണല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പല കാര്യങ്ങളിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായതിന് ശേഷമേ അത് ഈ ദിവസം നടക്കുകയുള്ളൂ. ഈ ദിവസം ശുഭകരമാണെങ്കിലും നടന്നു കിട്ടാൻ കഴിയുന്നതിന് മുമ്പ് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. വാഹന സംബന്ധമായൊക്കെ അല്പം മേന്മ കാണുന്ന ഒരു ദിവസമാണ്. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. മേലുദ്യോഗസ്ഥർ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ സ്ഥാപനങ്ങൾ, തൊഴിലാളികൾ അത്ര മേന്മയുള്ളവരായിരിക്കില്ല. അതേപോലെ സഹപ്രവർത്തകരും അത്ര അനുകൂലമല്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ഈ ദിവസം മേടക്കൂറുകാർക്ക് കഴിയണം. ഇനി ഇടവം രാശി, ഇടവക്കൂറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ്. ഇടവക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണെങ്കിലും അവർക്ക് മനസ്സല്ല, അവർക്കൊരല്പം ഈശ്വരാധീനം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഈ ഇടവം രാശിക്കാർക്ക് അല്പം ദൈവാധീനമൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉള്ള സമയം ആയതുകൊണ്ട് ഈ ദോഷത്തെ ഒന്ന് നല്ല രീതിയിലൊന്ന് നോക്കിയാലും മാറ്റിയെടുക്കാനായിട്ട് കഴിയും. നാമജപത്തിലൂടെയൊക്കെ മാറ്റാൻ കഴിയും. എങ്കിലും അവർക്ക് പൊതുവെ ദോഷകരമായ ദിവസമാണ്. മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഇടവം രാശിക്കാർക്ക്. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ്, അലസത ഒക്കെ ഉണ്ടാവും. എല്ലാത്തിനെയും ഒരു സംശയ ദൃഷ്ടിയോടെ വീക്ഷിക്കും. ശരീരത്തിനൊരു പ്രതിരോധ ശക്തി കുറവ്, പിത്ത സംബന്ധമായ അസുഖമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സും അനുകൂലമല്ല, ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒന്നിനും ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. അതേപോലെ അലർജി സംബന്ധമായ അസുഖങ്ങൾ, ആസ്തമ, അതെല്ലാം മാനസികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ, മനോരോഗമുള്ളവർ, ഇവരൊക്കെ കൃത്യമായിട്ട് മെഡിസിൻ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഞാൻ എന്തുകൊണ്ടാണ് ഈ മനോരോഗം ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാഴ്ചയായി എനിക്കൊന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ കഴിയുമെങ്കിൽ അതൊന്ന് കാണുക. മാനസിക അസ്വസ്ഥത ഉണ്ടാകാനുള്ള കാരണം എന്താണ്, ജ്യോതിഷവും മാനസിക രോഗവും എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ കെട്ടിങ്. അപ്പോൾ അതൊന്ന് കാണുകയാണെങ്കിൽ നന്നായിരിക്കും. അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് എല്ലാവരും. അപ്പോൾ മാനസികമായ അസ്വസ്ഥതയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, മെഡിസിനൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഇത് പറയുമ്പോൾ ഈ മെഡിസിനൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ഞാനിങ്ങനെ എടുത്ത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ്. അതേപോലെ ഗർഭാവസ്ഥയിലുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ പൊതുവെ ഇടവൻ രാശിക്കാർക്ക് അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ ചില കലഹങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാവും. ഒരാൾ പറയുന്നത് മറ്റൊരാൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ വാക്കുകളുണ്ട് പ്രയോജനമുള്ളൂ. ഇടവം രാശിക്കാർ പറയുന്നത് മറ്റുള്ളവർ വേണ്ട രീതിയിലായിരിക്കില്ല മനസ്സിലാക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇടവൻ രാശിക്കാർ ആവശ്യമില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങൾക്ക് ഒന്നും പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങൾ, മുൻകോപം മൂലം ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ദൈവാധീനം ഉള്ള ദിവസമാണ്, ഈ അശുഭകരമായ ദിവസമാണെങ്കിലും അതുകൊണ്ട് ദൈവാധീനത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിച്ചാൽ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും. ധനപരമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ ദിവസം കഴിയും. ഈ അശുഭകരമായ ദിവസങ്ങളിൽ നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടാതെ പോയാൽ അത് അശുഭ ദിവസം തന്നെയല്ലേ. അത് ദൈവാധീനം കൂടുതൽ വർദ്ധിപ്പിച്ചെടുത്താൽ ആ അശുഭാവസ്ഥയെ കുറയ്ക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ദോഷകരമാണെങ്കിൽ ദോഷകരമാണെന്ന് പറയുന്നത്. ആ ദോഷകരത്തെ മാറ്റാൻ വേണ്ടിയാണ് ഭഗവാൻ നമുക്ക് വിശേഷ ബുദ്ധി തന്നിട്ടുള്ളത്. അതുപയോഗിച്ച് നമ്മൾ ദോഷത്തെ മാറ്റുക തന്നെ വേണം. മക്കളുമായിട്ട് അനുകൂലമായ സ്ഥിതിയാണ്. അതേപോലെ മക്കളിൽ നിന്നും സാമ്പത്തികമായ ചില നേട്ടങ്ങൾ, അതേപോലെ ജീവിത പങ്കാളി മക്കൾ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്തും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഇടവൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മിഥുനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. എങ്കിലും മിഥുന രാശിക്കാർക്ക് പൊതുവെ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ദൈവാധീനത്തിനൊക്കെ ഒരല്പം കുറവ് വരുന്ന സമയമാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എങ്കിലും പൊതുവെ ഗുണകരമായ ഒരു ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. അപ്പോൾ ദൈവാധീനം ഉണ്ടാക്കാനുള്ള ശ്രമം കൂട്ടിയാൽ ഇതിനെ ഗുണകരമാക്കാൻ പറ്റും. ആത്മവിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടും. അലസതയായിരിക്കും. എന്തിനേയും ഒരു സംശയദൃഷ്ടിയോടെ നോക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തു തീർക്കാൻ കഴിയില്ല. ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. അതേപോലെ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ, ദഹനപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൊള്ളലൊക്കെ ഏൽക്കാനുള്ളൊരു സാധ്യത, അത് ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയരും അനുകൂലമല്ല. ആസ്മ, മാനസിക അസ്വസ്ഥത, ഉദരസംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം. മിഥുന രാശിക്കാർക്ക് സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ശത്രുദോഷമൊക്കെ കുറയ്ക്കാൻ കഴിയും. ശത്രുദോഷം കുറയ്ക്കുക മാത്രമല്ല, പുതിയ മിത്രങ്ങളെ സൃഷ്ടിക്കാനും കഴിയും. അപ്പോൾ ശത്രുക്കളായിരിക്കുന്നവരോടൊക്കെ നല്ല രീതിയിലൊന്ന് സംസാരിച്ചാൽ ശത്രുത അവസാനിപ്പിക്കാനും മിഥുനം രാശിക്കാർക്ക് കഴിയും. അങ്ങനെ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അവരതിനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കടബാധ്യതയൊക്കെ കുറച്ചുകൊണ്ട് വരാൻ കഴിയും. എന്നാൽ ധനപരമായ ചില നഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി പൊതുവെ ശുഭകരമായിരിക്കും. തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. മേലുദ്യോഗസ്ഥരിൽ നിന്നും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകുകയും ചെയ്യും. കർക്കിടകം, പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം. കർക്കിടക രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. എങ്കിൽ പോലും അവർക്ക് മനസ്സ്, ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അതുപോലെ ജീവിത പങ്കാളിയുടെ ഒരു അനുകൂലാവസ്ഥയും ഉണ്ടാകും. ചെറിയ തോതിലുണ്ടാവുള്ളൂ കേട്ടോ, അനുകൂലാവസ്ഥ ഉണ്ടാകും. ആ ഒരു മേന്മയുണ്ട് അവർക്ക്. എങ്കിലും കഠിന ദോഷമുള്ള സമയമാണ്. ഒന്നിനോടും ഒരു നല്ല രീതിയിൽ പ്രതികരിക്കാൻ കഴിയില്ല. ഒരാത്മവിശ്വാസക്കുറവുണ്ടാവും. അലസതയും സംശയവും മൂലം എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കും. അനാരോഗ്യകരമായ അവസ്ഥയുണ്ടാവും. പ്രതിരോധശക്തി കുറവ് പൊതുവെ ഉണ്ടാവും. മനസ്സും ബുദ്ധിയൊന്നും പൊതുവെ അനുകൂലമായ രീതിയിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അത് അനുകൂലമാണ്. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷെ പിതൃസ്ഥാനീയനുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കർക്കിടകക്കാർക്ക് ഉണ്ടാകാം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. മിത്രങ്ങളും ശത്രുക്കളാകുന്ന ഒരു സമയമാണ്. കടബാധ്യത ഉണ്ടാവും. എടുത്തുചാട്ടത്തെ വളരെയധികം ശ്രദ്ധിക്കണം. എടുത്തുചാടി ഒരു അഭിപ്രായം പറയാൻ പോകരുത്. അല്ലെങ്കിൽ അടിയുണ്ടാക്കാനും ബലം ഉണ്ടാക്കാനും പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. വാക്കുകൾ മൂലം ചില കഷ്ടകാലം ഉണ്ടാകുന്ന സമയമാണ് ഇവർക്ക്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ഈ ഞരമ്പുകളുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ന്യൂറോ ഡിസീസൊക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അത്. അതേപോലെ അശ്രദ്ധ മൂലമുണ്ടാകുന്ന ഓർമ്മക്കുറവ്, പൊതുവേ ഒരു ഓർമ്മക്കുറവ് ഈ ദിവസം ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാവാം. ധനപരമായി അനുകൂലമല്ല, മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലം കിട്ടും കേട്ടോ. തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും ഒന്നും അനുകൂലമല്ല. സ്വന്തം സ്ഥാപനമായിട്ട് നടത്തുന്നവർ അവരുടെ തൊഴിലാളികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിലാളികൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരോട് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും കൂടെ പ്രത്യേകം കർക്കിടകക്കൂറുകാർ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. ചിങ്ങം രാശിക്കും കഠിന ദോഷമുള്ള സമയം തന്നെയാണ്. മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം രാശിക്ക് കഠിന ദോഷമുള്ള സമയമാണ്. എങ്കിലും അവർക്ക് ആരോഗ്യ അല്പം മേന്മയുണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്നാൽ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അതുകൊണ്ട് അമിത ആത്മവിശ്വാസം മൂലം എടുത്തുചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. വാക്കുകൾ മൂലം ഒരു പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കരൾ രോഗമുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്കും അത്ര മേന്മയുള്ള സമയമല്ല. എങ്കിലും അവർക്ക് ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളി അനുകൂലമല്ല. മക്കളിൽ നിന്ന് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖലയിലും അത്ര മേന്മയില്ല. മേലുദ്യോഗസ്ഥന് ഒരു പൊതുവെ അനുകൂലമായൊരവസ്ഥ കിട്ടുമെങ്കിലും തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമായ സമയമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കന്നിക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ് കേട്ടോ. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ടാവും. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃ സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. എന്നാലും ആസ്മ പോലെ അസുഖമുള്ളവരൊന്നും ശ്രദ്ധിക്കണം എന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് പലപ്പോഴും ശത്രുതാ ദോഷങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താനും കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ്. ധനപരമായി ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. എങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുകൂലമായൊരു സ്ഥിതിയൊക്കെ ഉണ്ടാവും. പക്ഷെ തൊഴിലാളികൾ അത്ര അനുകൂലമല്ല എന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കണം. ഇനി തുലാം രാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ്. അവർക്ക് ശുഭകരമായ ദിവസമാണെങ്കിലും ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമല്ല. ഈ ആസ്തമ, മാനസിക അസ്വസ്ഥത, ഉദരസംബന്ധമായ അസുഖങ്ങൾ, ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പൊതുവെ അനുകൂലമാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. അലസതയും സംശയവും ഉണ്ടാവും. മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു മടിയുണ്ടാവും. മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയരും അനുകൂലമല്ല. എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. ഭൂമി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാവും. കടബാധ്യതയൊക്കെ കുറയ്ക്കാൻ കഴിയും. വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് ശത്രുദോഷത്തെയൊക്കെ കുറയ്ക്കാൻ കഴിയും. ആരെങ്കിലുമൊക്കെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് ശത്രുതയായി മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് തീർത്ത് നല്ല സൗഹൃദാന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ് തുലാൻ രാശിക്കാർക്ക്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമാണ്. അതേപോലെ ധനപരമായ നേട്ടങ്ങളുണ്ടാവും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും.
തൊഴിലംഗവും മേന്മയുള്ളതാണ്. പുതിയ തൊഴിൽ കണ്ടെത്തുവാനോ പുതിയ തൊഴിൽ ആരംഭിക്കുവാനോ നിലവിലുള്ള തൊഴിൽ തന്നെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാനോ പുതിയ പഠന മേഖലകളിൽ പ്രവേശിക്കുവാനോ ഒക്കെ അനുകൂലമായ സമയമാണ് തുലാം രാശിക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ. അപ്പോൾ അത് ഒക്കെ ശ്രദ്ധിച്ച് അനുകൂലമായ അവസ്ഥയെ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ നേട്ടങ്ങളാക്കി മാറ്റുക. ഇനി വൃശ്ചികം രാശിക്ക് ഒട്ടും അനുകൂലമല്ല. എങ്കിലും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ വഴങ്ങും, പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ഒരു അഭിപ്രായ സ്ഥിരതയും ഉണ്ടാകും. പക്ഷേ അത് വേണ്ട രീതിയിലുള്ള അഭിപ്രായ സ്ഥിരതയാകാൻ ഉള്ള സാധ്യത കുറവുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഒരാത്മവിശ്വാസക്കുറവ് പൊതുവെ എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും. അലസത ഉണ്ടാവും. ആരോഗ്യ കാര്യങ്ങളിൽ അത്ര അനുകൂലമൊന്നുമല്ല. പിത്തരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. പൊതുവെ ഒരു പ്രതിരോധ ശക്തി അനുഭവപ്പെടും. മനസ്സും ബുദ്ധിയും ഒന്നും അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയരെ അനുകൂലമല്ല. പിതൃസ്ഥാനീയരെ അനുകൂലമല്ല. എങ്കിലും മനസ്സും ബുദ്ധിയും അനുകൂലമായിട്ട് പ്രവർത്തിക്കും കേട്ടോ. മനസ്സും ബുദ്ധിയും അനുകൂലമായിട്ട് തന്നെ പ്രവർത്തിക്കും. ഞാൻ അല്ല എന്ന് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അത് മാറ്റണം. മനസ്സും ബുദ്ധിയും അനുകൂലമായിട്ട് തന്നെ പ്രവർത്തിക്കും. ഈ ആസ്തമയുള്ളവരൊന്ന് ശ്രദ്ധിക്കണം. അലർജി രോഗമുള്ളവർ എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. മുൻകോപത്തെ വളരെയധികം ശ്രദ്ധിക്കണം. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുമൂലമൊക്കെ ചില നഷ്ടങ്ങളുണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല. മക്കളും അനുകൂലമല്ല. കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാവില്ല. തൊഴിൽരംഗത്തും വളരെ ശ്രദ്ധ വേണം. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് കേട്ടോ ധനുരാശി. ഇപ്പോൾ എല്ലാവർക്കും അവരവരുടെ കൂറെ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയായിരിക്കും. കുറേ കാലം തുടർച്ചയായിട്ട് കേട്ടതല്ലേ സ്ഥിരം കേൾക്കുന്നവർക്ക്. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ പറഞ്ഞില്ല എന്നുള്ളതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിലും ഇടയ്ക്ക് ഒക്കെ പറയാം. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. അവർക്ക് ആരോഗ്യ അനുകൂലമല്ല. അലസതയൊക്കെ ഉണ്ടാവും. എങ്കിലും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. പിത്ത സംബന്ധമായ അസുഖമുള്ളവർ, വാദസംബന്ധമായ അസുഖമുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ഭൂമി സംബന്ധമായോ മറ്റോ ഒക്കെ വേണ്ടപ്പെട്ടവരുമായി ചില കലഹങ്ങളുണ്ടാവാം. കടബാധ്യത വർദ്ധിക്കാം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. എടുത്തുചാട്ടം മൂലം ചില കലഹങ്ങളും പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി അനുകൂലമല്ല. മക്കളിൽ നിന്ന് കുറച്ച് അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും. കഫരോഗങ്ങളുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തൊഴിൽ മേഖലയിലും അത്ര മേന്മയൊന്നുമില്ല. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നൊക്കെ ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. സ്വന്തമായി സ്ഥാപനം നടത്തുന്നവരാണ്. ഈ തൊഴിലാളികളിൽ നിന്നും മനസ്സിന് വേദനിക്കുന്ന ചില അനുഭവങ്ങളും ഉണ്ടാകും. മകരക്കൂറ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ്. ആരോഗ്യമൊക്കെ ഉണ്ടാവും. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. ആസ്മ, അലർജി സംബന്ധമായ രോഗങ്ങൾ, മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ഗർഭാവസ്ഥയിലുള്ളവർ, ഗർഭാശയ രോഗമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. അതേപോലെ ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാവും. കടബാധ്യത ഉണ്ടാവും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. എടുത്തുചാട്ടം വളരെയധികം ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ കൂടുതൽ ആളുകളോടൊന്നും സംസാരിക്കാതിരിക്കാനായിട്ട് ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെ വാക്കുകൾ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ഉപയോഗിക്കാവൂ. മക്കൾ അനുകൂലമല്ല. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മകരക്കൂറുകാർ ശ്രദ്ധിക്കണം. കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും. ആത്മവിശ്വാസം ഉണ്ടാകും. അലസതയൊന്നും ഉണ്ടാവില്ല. പക്ഷെ മനസ്സങ്ങനെ അനുകൂലമായിരിക്കില്ല. വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല.
മാതൃസ്ഥാനീയർ അനുകൂലമല്ല. ബുദ്ധിയും അത്ര മേന്മയായിരിക്കില്ല, തെളിഞ്ഞ ബുദ്ധിയായിരിക്കില്ല, ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല ഒരു കാര്യത്തിനും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി ചില കലഹങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. വാക്കുകൾ അനുകൂലമായി പ്രവർത്തിക്കുന്നത് കൊണ്ടും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ടും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. മക്കളും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥതയൊക്കെ ഉണ്ടാവും. പക്ഷേ തൊഴിൽപരമായ അത്ര മേന്മയുണ്ടാവില്ല. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. മീനം രാശി. മീനം രാശിക്കും ദോഷകരമായൊരു ദിവസമാണ്. ആരോഗ്യം അനുകൂലമല്ല, എങ്കിലും മനസ്സ് അനുകൂലമായിരിക്കും. നല്ല ബുദ്ധിയൊക്കെ ഉണ്ടാവും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങൾ പറയാൻ കഴിയും. എന്നാൽ ആരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. മറ്റുള്ളവരുമായുള്ള കലഹങ്ങൾ വലിയ പ്രയാസമില്ലാതെ പറഞ്ഞു തീർക്കാനും കഴിയും. എന്നാൽ വാക്കുകളെ ഒന്ന് നിയന്ത്രിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി വാക്കുകൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് ദോഷം ചെയ്യും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. തൊഴിൽ മേഖലയിലും അത്ര നേട്ടമുള്ള സമയമൊന്നുമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊരു പൊതുഫലമാണ് കേട്ടോ, ആരുടെയും ജാതക ഫലമല്ല എന്ന് മനസ്സിലാക്കി ഇതിനെ സ്വീകരിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. ദോഷം പറഞ്ഞിട്ടുള്ളവരൊക്കെ ദൈവാധീനം വരുത്തി അത് വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ദോഷം വരാതിരിക്കണം, നന്മ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നതും ഇത് ചെയ്യാൻ വന്നിരിക്കുന്നതും. അപ്പോൾ ഇത് കേൾക്കുന്നവർ ആ ദോഷങ്ങളൊക്കെ വരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുകയായി. അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾ പലരും കമൻറ്റ് നിങ്ങൾക്ക് നോക്കി അറിയാം, കമൻറ്റിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ അറിയുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോ വീണ്ടും ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്തേ. എല്ലാവർക്കും